നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കഞ്ചാവ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിൽ ഇറങ്ങി ഒളിവിൽ പോയ കൊടും ക്രിമിനൽ പിടിയിൽ. ആലുവ തായ്ക്കാട്ടുകര കരിപ്പായി വീട്ടിൽ ഷഫീഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബൈക്ക് യാത്രികരായ കുടുംബത്തെ കരിങ്കല്ലുകൊണ്ട് മുഖത്തടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. മതിലകം ആലിപ്പറമ്പിൽ അൽത്താഫിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഗോൾഡൻ മെമ്മറീസ് 1983-84 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ദേശീയ സംസ്ഥാന തലത്തിൽ വിജയികളായ കായിക താരങ്ങളെ ആദരിച്ചു. ഫിഫ വേൾഡ് കപ്പ് അക്കോമഡേഷൻ മാനേജർ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വാർത്തകൾ വിശദമായി. 140 കിലോ കഞ്ചാവ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിൽ ഇറങ്ങി ഒളിവിൽ പോയ കൊടും ക്രിമിനൽ പിടിയിലായത് 2 വർഷത്തെ ഒളിവ് ജീവിതത്തിനിടയിൽ. 2020 മീൻവണ്ടിയിൽ കടത്തിയ 140 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട് പരോളിലിറങ്ങി 2 വർഷത്തോളമായി ഒളിവിലായിരുന്ന ആലുവ തായ്ക്കാട്ടുകര സ്വദേശി കരിപ്പായി വീട്ടിൽ ഷഫീഖിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി PK സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2020 ഓഗസ്റ്റ് 12-നാണ് ചാലക്കുടി കോടതി ജംഗ്ഷന് സമീപം കഞ്ചാവ് പിടികൂടിയത്. അന്ന് ഡ്രൈവർ അരുൺകുമാറിൽ നിന്നാണ് ഷഫീഖിനെ കുറിച്ചുള്ള വിവരം കിട്ടിയത്. വിസ്താരത്തിനൊടുവിൽ ഷഫീഖിനെയും കൂട്ടാളികളെയും തൃശൂർ അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ ഏതാനും നാളുകൾക്കകം ഇയാൾ പരോളിലിറങ്ങി ഒളിവിൽ പോകുകയായിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒളിവിൽ കഴിയുകയായിരുന്ന ഷഫീഖിനെ ആലുവയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് സംഘത്തെ കണ്ട് കാർ വെട്ടിച്ച് അമിത വേഗത്തിൽ പാഞ്ഞ ഷഫീഖിനെ ആലുവ പോലീസ് അടക്കമുള്ളവർ അതിസാഹസികമായാണ് പിടികൂടിയത്. ആക്രമണവും മോഷണവും അടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു. SI സ്റ്റീഫൻ, VG സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, ASI VU സിൽജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ AU റെജി, MJ ബിനു, ഷിജോ തോമസ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ പെട്രോൾ പമ്പിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ആക്രമണം നടത്തിയ പ്രതികൾ പിടിയിൽ. മേത്തല കാട്ടാക്കുളം തേക്കിലക്കാട്ടിൽ പ്രവീൺ, മേത്തല അഞ്ചപ്പാലം തേവാലിൽ ഹരികൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡിലുള്ള പെട്രോൾ പമ്പിൽ വെച്ച് കോട്ടുവള്ളി കാണക്കാട്ടുശ്ശേരി അജീഷ് എന്നയാളെ വാക്കുതർക്കത്തെ തുടർന്ന് പ്രതികളും കൂട്ടരും ആക്രമിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, SI സാലിം, മിഥുൻ R കൃഷ്ണ, അബീഷ്, മിഥുൻ, ഷമീർ, ഗോപേഷ്, വിഷ്ണു എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത്. ബൈക്ക് യാത്രികരായ കുടുംബത്തെ കരിങ്കല്ലുകൊണ്ട് മുഖത്തടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. മതിലകം ആലിപ്പറമ്പിൽ അൽത്താഫിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പടാക്കുളത്ത് ജനുവരി 17-ന് നിതീഷ് കൃഷ്ണൻ ജിഷ്ണുവും ജിഷ്ണുവിന്റെ മക്കളും ഒന്നിച്ച് ബൈക്കിൽ പോകുന്ന സമയം ബൈക്ക് തടഞ്ഞു നിർത്തി കരിങ്കല്ലുകൊണ്ട് മുഖത്തടിപ്പിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ഇൻസ്പെക്ടർ അരുൺ BKയുടെ നേതൃത്വത്തിൽ SI സാലിം, SI സജിൽ, SI രാജി, പോലീസ് ഉദ്യോഗസ്ഥരായ ബിനിൽ, സുബീഷ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ SI പ്രദീപ് കുമാർ, ലിജു, ബിജു, നിഷാന്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ, മതിലകം, നെടുപുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മോഷണ കേസുകളടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ അൽത്താഫ്. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഗോൾഡൻ മെമ്മറീസ് 1983-84 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ദേശീയ സംസ്ഥാന തലത്തിൽ വിജയികളായ കായിക താരങ്ങളെ ആദരിച്ചു. ഫിഫ വേൾഡ് കപ്പ് അക്കോമഡേഷൻ മാനേജർ വർഗീസ് എടാട്ടുകാരൻ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. നമ്മളുടെ ഈ സരസ്വതി ക്ഷേത്രം എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാലയം നാളെയുടെ വാഗ്ദാനങ്ങളെ പണിതെടുക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒത്തിരി പഴയ ഓർമ്മകൾ ഓടിയെത്തുകയാണ്. ഇതേ ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും വളർന്നത്. ഈ സ്കൂളാണ് ഞങ്ങളെ വാർത്തെടുത്തത്. അത് നിങ്ങളോട് പറയാനും നിങ്ങളെല്ലാവരും നാളെയുടെ
വാഗ്ദാനങ്ങളായി മാറണമെന്ന് അഭ്യർത്ഥിക്കാനും അതിനായി കഠിനാധ്വാനം ചെയ്യണമെന്നും നിങ്ങളെ അറിയിക്കുവാൻ കൂടിയാണ് ഞാൻ ഈ നിമിഷം വിനിയോഗിക്കുന്നത്. ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ, പാഷൻ. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ ഇതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാം. അതിനായി താൻ പാതി ദൈവം പാതി. പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, പ്രാർത്ഥനയോടൊപ്പം കഠിനാധ്വാനവും കൂടിയാകുമ്പോൾ നമുക്ക് അനായാസം വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാനാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. ജില്ലാതല വിജയികൾക്ക് ഐഷ ഫെയിം മിനി എടാട്ടുകാരൻ ജേഴ്സികൾ സമ്മാനിച്ചു. ചടങ്ങിൽ വിദ്യാലയത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഗോൾഡൻ മെമ്മറീസ് ബാച്ചിന്റെ സംഭാവന കൈമാറി. സ്കൂൾ മാനേജർ ജോർജ് പറയമൻ സംഭാവന സ്വീകരിച്ചു. പ്രധാന അധ്യാപിക KP റീന, OSA പ്രതിനിധി ആരിഫ് കോറോത്ത്, അധ്യാപക പ്രതിനിധി വിൽസൺ മാമ്പിള്ളി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലപ്പൊലിയോടനുബന്ധിച്ച് ആക്രമണം നടത്തിയ പ്രതികൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ കാട്ടാക്കുളത്തുള്ള തോട്ടാശ്ശേരി അജയൻ മകൻ സൈജിത്തിനെയും അനുജൻ സാഹുൽജിത്തിനെയും ആക്രമിച്ച കേസിലെ പ്രതികളായ വെമ്പലൂർ ചള്ളിയിൽ ബൈജു, വെമ്പലൂർ മുല്ലഴത്ത് റോഹിത്, വെമ്പലൂർ ചള്ളിയിൽ സംഗീത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഞ്ചാവ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിൽ ഇറങ്ങി ഒളിവിൽ പോയ കൊടും ക്രിമിനൽ പിടിയിൽ. ആലുവ തായ്ക്കാട്ടുകര കരിപ്പായി വീട്ടിൽ ഷഫീഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബൈക്ക് യാത്രികരായ കുടുംബത്തെ കരിങ്കല്ലുകൊണ്ട് മുഖത്തടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. മതിലകം ആലിപ്പറമ്പിൽ അൽത്താഫിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഗോൾഡൻ മെമ്മറീസ് 1983-84 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ദേശീയ സംസ്ഥാന തലത്തിൽ വിജയികളായ കായിക താരങ്ങളെ ആദരിച്ചു. ഫിഫ വേൾഡ് കപ്പ് അക്കോമഡേഷൻ മാനേജർ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.